വളരെ ശ്രദ്ധാപൂർവം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ഫ്യൂച്ചർ ഇൻഡസ്ട്രിയുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് മാറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സിലബസ് പഠിപ്പിക്കുമ്പോഴത്തേക്കും നമ്മൾ എക്സാമിനേഷൻ ഫോക്കസ് ചെയ്ത് ഫുൾ A+ നേടാനായിട്ട് കുട്ടികളെ പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം, ഈ A+ എല്ലാം നേടി ഇൻഡസ്ട്രിയിലേക്ക് പോകുമ്പോൾ ഒരു ജോലി നേടണമെങ്കിൽ വേണ്ടുന്ന സ്കില്ലുകൾ. അപ്പോൾ അവിടെ നമ്മൾ സ്കില്ല് മാത്രം ഫോക്കസ് ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാര്യം എന്താണ്, ഇപ്പോൾ പല സ്കില്ലുകളും ഓട്ടോമേഷനിലൂടെ റീപ്ലേസ് ചെയ്യപ്പെടുകയാണ്. ഇപ്പം നേരത്തെ നമ്മൾ ടെക്നോളജി വന്നപ്പോഴത്തേക്ക് പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് ടെക്നോളജി വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ എക്സ്പെർട്ടീസ് തന്നെ ടെക്നോളജി ടേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് മിയർ സ്കില്ലുകൾ മാത്രം പോരാ. ഓക്കെ, അവിടെ അതിൽ ഫങ്ഷൻ ചെയ്യാനായിട്ടുള്ള എബിലിറ്റി വേണം. ഓക്കെ, അത് മാത്രമല്ല ഒരു ലൈഫ് ലോങ് ലേണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് മെമ്മറൈസ് ചെയ്ത് സിലബസ് പഠിക്കുന്നു, പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കുന്നു, പക്ഷേ അതിനപ്പുറത്തേക്ക് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് മാത്രമാണ് കമ്മ്യൂണിക്കേഷനായിട്ട് കരുതുന്നത്. പക്ഷേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് മാത്രമല്ല. അതിനെ ഞങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ ഈസ് സെല്ലിംഗ് എന്നാണ്. കാര്യം നമുക്ക് ഫ്യൂച്ചറിൽ കുട്ടികൾക്കെല്ലാം സെല്ലിംഗ് സ്കില്ല് വേണം. സെല്ലിംഗ് സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റോറി ടെല്ലിംഗ് സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രെയിനിങ് സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലീഡർഷിപ്പ് സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം ആക്ച്വലി കമ്മ്യൂണിക്കേഷനുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറയുമ്പം ഇത്തരത്തിൽ ഇങ്ങനെ പ്രാക്ടിക്കലായിട്ട് കുട്ടികൾക്ക് പല പൊസിഷൻസിൽ ഇരിക്കുമ്പോഴത്തേക്കും ഫങ്ഷൻ ചെയ്യാനായിട്ട് വേണ്ടുന്ന ലിംഗ്വിസ്റ്റിക് പ്രൊവിഷ്യൻസിയാണ് ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മുടെ മനസ്സിലുള്ള ഒരു ആശയം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു പ്രോഡക്റ്റോ സർവീസോ എനിക്ക് വേറൊരാളിന് സെല്ല് ചെയ്യാൻ പറ്റുക, മാർക്കറ്റ് ചെയ്യാൻ പറ്റുക, അവരെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുക, ഇതാണ് ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇതിനെ ആക്ച്വലി ജനറലായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ട്രാൻസ്ഫറബിൾ സ്കില്ലുകളായിട്ടാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വേൾഡ് എക്കണോമിക് ഫോറം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വേൾഡ് എക്കണോമിക് ഫോറം ഓരോ രാജ്യങ്ങളുടെയും എക്കണോമിക്സിനെ കുറിച്ച് പറയുന്ന ഫോറമാണ് വേൾഡ് എക്കണോമിക് ഫോറം. വേൾഡ് എക്കണോമിക് ഫോറം പറഞ്ഞിരിക്കുന്നു എഡ്യൂക്കേഷൻ 4.0 ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ട്രാൻസ്ഫറബിൾ സ്കിൽസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. റീസൺ എന്താ? ടെക്നോളജി ഭയങ്കരമായിട്ട് അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇൻഡസ്ട്രി 4.0-ലാണ്. ഇനി ഒരു ചുരുങ്ങിയ വർഷങ്ങൾക്കകത്ത് നമ്മൾ ഇൻഡസ്ട്രി 5.0-ലേക്ക് പോകും. നേരത്തെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻസ് നടന്നിരുന്നത് 50-100 കൊല്ലം കൊണ്ടാണ് ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് പോയെങ്കിൽ ഇനി വരുന്ന വർഷങ്ങളിൽ 3-5 വർഷത്തിനകത്ത് ഒരു ടെക്നോളജിയിൽ നിന്ന് അടുത്ത ടെക്നോളജിയിലേക്ക് മാറുകയാണ്. അപ്പോൾ ഈ ടെക്നോളജി ട്രാൻസിഷൻ വരുമ്പോഴത്തേക്ക് ഒരു പർട്ടിക്കുലർ സ്കില്ല് വെച്ചിട്ടോ പർട്ടിക്കുലർ എബിലിറ്റി വെച്ചിട്ടോ 3 വർഷത്തിൽ കൂടുതൽ ഒരാൾക്ക് ഒരു ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് നമ്മുടെ ഒരു കരിയർ ടൈം എന്ന് പറയുന്നത് ഒരു 25 to 30 years ആണ്, അല്ലെങ്കിൽ ഒരു 35 years ആണ്. ഈ 35 yearsൻ്റെ ഇടയിൽ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ കാണാൻ പോകുന്ന ഒരു 35 yearsൻ്റെ ഇടയിൽ മിനിമം ഒരു 8 മുതൽ 10 ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻസിലൂടെ കടന്നു പോകണം. ദാറ്റ് മീൻസ് അവർ കോളേജിൽ പഠിച്ചിറങ്ങുന്ന സ്കില്ല് വെച്ചിട്ടോ ആ ടെക്നോളജി വെച്ചിട്ടോ അവർക്കൊരു 3 വർഷത്തിൽ കൂടുതൽ ഒരു ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ വരുന്ന മാറ്റം. അപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ ഇത്രയും മാറ്റങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്ക് ട്രാൻസിഷൻ എന്ന് പറയുന്നത് ക്വൈറ്റ് കോമൺ ആയിട്ട് നടക്കും. അപ്പോൾ അവിടെ ഒരു ജോബിൽ നിന്ന് അടുത്ത ജോബിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന സ്കില്ലുകളാണ് ട്രാൻസ്ഫറബിൾ സ്കിൽസ്. ഇത് എൻഹാൻസ് ചെയ്യാനാണ് വേൾഡ് എക്കണോമിക് ഫോറം പറഞ്ഞിരിക്കുന്നത്. കാര്യം നമുക്ക് നാളെ ഏത് ജോബിലാണ് ഞാൻ ജോലി ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല, ഏത് ഇൻഡസ്ട്രിയിലാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഏത് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും ഏത് ജോബ് പ്രൊഫൈലിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ട്രാൻസ്ഫറബിൾ സ്കിൽസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. അതിൽ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിക്കേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഘടകങ്ങളും പെടും. കൊളാബറേഷൻ സ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്, കോപ്പറേഷൻ സ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലം സോൾവിങ് സ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെയാണ് ട്രാൻസ്ഫറബിൾ സ്കിൽസ്. ഇതൊന്നും ഒരു പെർട്ടിക്കുലർ ടെക്നോളജിയോ ഒരു സബ്ജക്റ്റിലോ സ്പെസിഫിക് ആയിട്ട് വരുന്ന സ്കില്ലുകളല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ജനറിക് സ്കില്ലുകൾ എൻഹാൻസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതാണ് അൺഎംപ്ലോയ്മെൻറ്റ് അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള ഒരു സൊല്യൂഷൻ. ഇനി മറ്റൊന്ന്, നമ്മുടെ കരിക്കുലത്തിൽ വളരെ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. കരിക്കുലം പലപ്പോഴും ഔട്ട്ഡേറ്റഡ് ആകുകയാണ്. 50 വർഷം മുമ്പ് പഠിച്ച അതേ കാര്യം തന്നെയാണ് ഇപ്പോഴും പഠിക്കുന്നത്. പക്ഷേ 50-100 വർഷം കൊണ്ടാണ് നേരത്തെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നിട്ടുള്ളതെങ്കിൽ ഇനി 3-5 വർഷം കൊണ്ട് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വരുമ്പോൾ മേ ബി വർഷം തോറും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 years ഒരിക്കലെങ്കിലും കരിക്കുലം റിവൈസ് ചെയ്യണം. അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതിന് ഒരു ഫോക്കസും കൊടുക്കുന്നില്ല. ഇൻഫാക്ട് എഡ്യൂക്കേഷൻ സെഗ്മെൻറ്റിൽ വലിയ ഫോക്കസ് കൊടുക്കുന്നില്ല. അതും ആക്ച്വലി ഒരു അലാമിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ GDP വെച്ച് നോക്കുമ്പോൾ GDP-യുടെ 0.6% ഉള്ളൂ R&D സ്പെൻഡ് ഇന്ത്യയുടെ. അത് GDP നമ്പർ 1 ആയിട്ടുള്ള US നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ US ആൾമോസ്റ്റ് 2.6 2.7 ആണ് അവരുടെ R&D സ്പെൻഡ് പെർ ഇയർ. ഈവൻ GDP നമ്പർ 2 ആയിട്ടുള്ള ചൈന നോക്കിക്കഴിഞ്ഞാൽ അവരും അറൗണ്ട് 2.4% സ്പെൻഡ് ചെയ്യുന്നു. ഈവൻ ഇസ്രായേൽ ആണ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് തോന്നുന്നു. 4.6 4.7% ആണ് അവരുടെ GDP-യുടെ എമൗണ്ട് അവർ R&Dയിൽ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ R&D സ്പെൻഡ് എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചറിനെ ഡെവലപ്പ് ചെയ്യാനായിട്ടും നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് നിൽക്കാനായിട്ടും നമ്മുടെ വർക്ക് ഫോഴ്സിനെ കോമ്പീറ്റൻ്റ് ആക്കാനായിട്ടും സ്കിൽഫുൾ ആക്കാനായിട്ടും ഒരു 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 ഗ്ലോബൽ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ, ഓക്കെ, ബ്രാൻഡുകളെ ക്രിയേറ്റ് ചെയ്യാൻ, ഗ്ലോബൽ സിറ്റിസൺസിനെ ക്രിയേറ്റ് ചെയ്യാൻ, റിച്ച് കാറ്റഗറി ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യാൻ ഇത് വളരെ അത്യാവശ്യമാണ്. R&D സ്പെൻഡ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അവിടെ ഗവൺമെൻറ്റും R&D എക്സ്പെൻഡിച്ചർ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യുകയും സ്കൂൾ ലെവലിലുള്ള R&D, ഇയർലി ചൈൽഡ്ഹുഡിലുള്ള R&D അത് എൻഹാൻസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതെല്ലാം വളരെ കണക്റ്റഡ് ആണ്, വളരെ ഇൻ്റർ കണക്റ്റഡ് ആണ്. നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇയർലി ചൈൽഡ്ഹുഡിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയും. റീസൺ എന്താണെന്ന് ചോദിച്ചാൽ 2 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ബ്രെയിനിനെ എന്താണോ ട്രെയിൻ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ ക്യാപ്പബിലിറ്റി, നമ്മുടെ എബിലിറ്റി, നമ്മൾ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യാൻ പോകുന്നതെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ 2 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ ഇയർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനിൽ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് R&D ഉണ്ടാകണം. എന്നാൽ മാത്രമേ നമുക്ക് കുട്ടികളെ നല്ല രീതിയിലൊരു ഫ്യൂച്ചർ സിറ്റിസൺ ആയിട്ട് നമുക്ക് മോൾഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതുമായിട്ട് കണക്ട് ചെയ്ത ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ പ്രസൻറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം, കൺവെൻഷണൽ സ്കൂളുകളിലെല്ലാം പ്രസൻറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലോ സാലറീഡ് എംപ്ലോയീസിനെ ക്രിയേറ്റ് ചെയ്യാനാണ്. ഈ എംപ്ലോയി മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റിയേ പറ്റുള്ളൂ. നമ്മളെല്ലാവരും കൺസ്യൂമേഴ്സാണ്, നമ്മളെല്ലാവരും സെല്ലേഴ്സുമാണ്. മീൻസ് നമ്മൾ എല്ലാവരും ഇൻജെക്റ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എങ്ങനെയും ഒരു തൊഴിൽ നേടുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഗവൺമെൻറ് ജോബിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വാസ്റ്റ് മെജോറിറ്റിയാണ് ഇന്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. എസ്പെഷ്യലി നമ്മൾ കേരളം പോലെയുള്ള സംസ്ഥാനത്ത് ഗവൺമെൻറ് ജോബിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ടൂ മച്ച് ഡിപ്പെൻഡൻസി. ഗവൺമെൻറ് ജോബ് എന്ന് പറഞ്ഞാൽ ഇപ്പം റീസെൻ്റായിട്ട് ഞാനൊരു ന്യൂസ് കണ്ടു, UP-ലാണെന്ന് തോന്നുന്നു, 60,000 ജോബ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തത് 48 lakhs ആണ്. 48 ലക്ഷം ആൾക്കാർ അപ്ലൈ ചെയ്തു 60,000 വേക്കൻസിക്ക് വേണ്ടിയിട്ട്. അതായത് 1.2% ആണ് അതിൻ്റെ കൺവേർഷൻ. അതായത് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരിൽ 1 to 1.5% ആൾക്കാർക്ക് മാത്രമേ ഗവൺമെൻറ് ജോലി കിട്ടുന്നുള്ളൂ എന്നുള്ള ഫാക്റ്റ് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഒരു ഇൻസെക്യൂരിറ്റി ഉള്ളത് കൊണ്ടാണ് ഗവൺമെൻറ് ജോബിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ആ ഇൻസെക്യൂരിറ്റി? സ്കില്ലില്ലാത്തതുകൊണ്ട്, കോമ്പിറ്റൻസി ഇല്ലാത്തതുകൊണ്ട്, നമ്മുടെ എബിലിറ്റിയിൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ആ കോൺഫിഡൻസ് ഇല്ലാത്തത് കാരണം നമ്മൾ എന്ത് ചെയ്യും? ഗവൺമെൻറ് ജോബ് ആകുമ്പോൾ സെക്യൂർ ആണല്ലോ, നമ്മളാരും പറഞ്ഞു വിടില്ലല്ലോ, വേണമെങ്കിൽ ജോയിൻ ചെയ്ത ഉടനെ ഏതെങ്കിലും യൂണിയനിലൊക്കെ ചേർന്നിട്ട് നമ്മുടെ ജോബ് സെക്യൂരിറ്റി നമ്മൾ എൻഷുർ ചെയ്യും. കാര്യം നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിലും, നമ്മൾ ഓഫീസിൽ പോയില്ലെങ്കിലും നമ്മളാരും ജോബിൽ നിന്ന് പറഞ്ഞു വിടില്ല എന്നുള്ള ഒരു തോട്ടിൽ നിന്നാണ് ആ ഒരു ഗവൺമെൻറ് ജോബിനോട് ഇത്രയും വലിയ അഫിനിറ്റി ആൾക്കാർക്ക് ഉണ്ടാകാൻ കാര്യം. പിന്നെ പണ്ട് മുതലേ ഉള്ള ഒരു സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് ഉണ്ട്, പോവർട്ടി മൈൻഡ് സെറ്റ് ഉണ്ട്. ദാരിദ്ര്യത്തിൽ നിന്നാണല്ലോ നമ്മളെല്ലാവരും ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ആ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ളതാണ് എല്ലാവരുടെയും മേജർ അജണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയും ഭക്ഷണം കഴിച്ച് ജീവിക്കണം എന്നുള്ള ഒരു പുവർ മൈൻഡ് സെറ്റിൽ നിന്നുകൊണ്ടാണ് എന്തെങ്കിലും ഒരു തൊഴിൽ, അതൊരു പിയൂൺ പോസ്റ്റ് ആയാലും കുഴപ്പമില്ല, ഒരു ക്ലറിക്കൽ പോസ്റ്റ് ആയാലും കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു തൊഴിൽ നേടുക എന്നുള്ളതാണ് നമ്മുടെ മാതാപിതാക്കളെല്ലാം നമ്മളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ തൊഴിലുകൾ നേടാൻ, അതായത് ലോ പ്രൊഫൈൽ സ്കിൽഡ് വർക്കുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ആക്ച്വലി പ്രസൻറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടുത്തെ ഒരു മേജർ ത്രെട്ട് ശ്രദ്ധിക്കുക, മേജർ ത്രെട്ട് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സ്കിൽഡ് ലേബേഴ്സിനെ ഒന്നും നാളെ ആവശ്യമില്ല. കാര്യം ഇനി ഒരു 5-10 വർഷം കഴിയുമ്പോൾ ആൾമോസ്റ്റ് 7 ബില്യൺ ജോബുകളാണ് നഷ്ടപ്പെടുന്നത്. കാര്യം ഫാക്ടറികളെല്ലാം ഫുള്ളി ഓട്ടോമേറ്റഡ് ആകുകയാണ്, ഓഫീസുകളെല്ലാം ഡിജിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ക്ലർക്സിൻ്റെ ആവശ്യമില്ല, ഡോക്യുമെൻ്റ് ഹാൻഡിൽ ചെയ്യുന്ന ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആവശ്യമില്ല, ഇതെല്ലാം സോഫ്റ്റ്വെയറുകൾ ഹാൻഡിൽ ചെയ്യും. എല്ലാം ഡിജിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാങ്കിലൊക്കെ എംപ്ലോയീസിൻ്റെ എണ്ണം ഇനി വളരെ കുറച്ച് മതി. ഇനി ലോൺ എടുക്കാനോ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനോ ക്യാഷ് എടുക്കാനോ ഡിജിറ്റൽ കറൻസി വരുന്നതോടുകൂടെ ആരും ബാങ്കിൽ ഫിസിക്കലായിട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ മൊബൈൽ കൊണ്ട് തന്നെ നമുക്ക് ബാങ്കിങ് ഓപ്പറേഷൻസ് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബാങ്കിൽ എംപ്ലോയീസിൻ്റെ എണ്ണം കുറച്ച് മതി. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ ഫ്യൂച്ചറിൽ എവിടെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അവർ വർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ഫുള്ളി ഓട്ടോമേറ്റഡ്, ഒരു പക്ഷേ ഒരു ഹ്യൂമൻ മെഷീൻ കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ,
അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി മെഷീൻ ഡ്രിവൺ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ വേൾഡിലേക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെ പോകാൻ പോകുന്നത്. അപ്പോൾ അവിടെ അവരെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യാൻ പോകുന്നത്? അവർക്ക് അതിനുള്ള കോമ്പിറ്റൻസി ഉണ്ടോ? അതിനുള്ള സ്കില്ലുണ്ടോ? അതിനുള്ള എബിലിറ്റി ഉണ്ടോ? സ്കില്ലെന്ന് പറയുന്നത് നോളജും എക്സ്പെർട്ടീസും എബിലിറ്റിയും കാപ്പബിലിറ്റിയും കൂടെ ചേർന്നാണ് സ്കിൽ. നോളജ് ഇല്ലാതെ സ്കില്ല് ഒരിക്കലും ഉണ്ടാവില്ല. എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടീസ് ഇല്ലാതെയും സ്കില്ലുണ്ടാവില്ല. ഇത് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഇല്ലാതെ ഒരിക്കലും ആ സ്കില്ലുണ്ടാവില്ല. അപ്പോൾ സ്കില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഈ 3 ഫാക്ടേഴ്സും ചേരുമ്പോഴാണ് സ്കിൽ. അപ്പോൾ അത്തരത്തിൽ ഒരു ഫ്യൂച്ചർ ഇൻഡസ്ട്രിയിൽ ഫങ്ഷൻ ചെയ്യാനായിട്ടുള്ള ഈ 3 ഫാക്ടേഴ്സും അടങ്ങുന്ന മൾട്ടിപ്പിൾ സ്കില്ലുകൾ, അതിൽ പ്രധാനമായിട്ട് ട്രാൻസ്ഫറബിൾ സ്കിൽസ്. അപ്പോൾ അതിൽ ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാര്യം ഒരു ലേണിംഗ് വെച്ചിട്ടോ ഒരു എക്സ്പെർട്ടീസ് വെച്ചിട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 വർഷത്തിൽ കൂടുതൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പം ധാരാളം സ്കില്ലുകൾ അല്ലെങ്കിൽ ധാരാളം എക്സ്പെർട്ടീസുകൾ ഇനി ആവശ്യമാണ്. അതിലാണ് ട്രാൻസ്ഫറബിൾ സ്കിൽസിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ ഹൈ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇനി മറ്റൊരു കാര്യം കൂടെ നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, ഇന്ത്യയുടെ ഫാമിലി വെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇപ്പോൾ റീസെൻ്റായിട്ട് വന്ന സ്റ്റാറ്റിസ്റ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതായത് അറൗണ്ട് 15%, അതായത് 21 crores ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ ആർ അണ്ടർ ദ ഇൻകം റേഞ്ച് ഓഫ് 10,000 rupees. അതായത് 21 കോടി പോപ്പുലേഷൻ്റെ മന്ത്ലി ഫാമിലി ഇൻകം 10,000 രൂപയിൽ താഴെയാണ്. ഈ 10,000 രൂപയിൽ താഴെയുള്ള ഈ ഫാമിലി എത്ര എമൗണ്ടാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്? എത്ര കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നോ അത്രത്തോളം ബിസിനസ്സുകൾ സർവൈവ് ചെയ്യും, അത്രത്തോളം ഇന്ത്യൻ എക്കണോമിയെ അത് അഫക്റ്റ് ചെയ്യും. അപ്പം 21 കോടി ജനങ്ങൾ അവരുടെ ഫാമിലി ഇൻകം 10,000 താഴെയാണെങ്കിൽ അവരെത്ര മണിയാണ് അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്? അവരുടെ ബൈയിങ് പവർ എന്താണ്? അവരുടെ ബൈയിങ് പൊട്ടൻഷ്യൽ എന്താണ്? ദെൻ അടുത്ത എന്ന് പറഞ്ഞാൽ 52%, അതായത് 73 crore പോപ്പുലേഷൻ. അതിൻ്റെ അടുത്ത റേഞ്ചാണ് ഞാൻ പറയുന്നത്. 73 crore പോപ്പുലേഷൻ, മെജോറിറ്റി പോപ്പുലേഷൻ, 50%-ൽ കൂടുതൽ പോപ്പുലേഷൻ, അവരുടെ ഇൻകം റേഞ്ച് എന്ന് പറഞ്ഞാൽ 10,000-നും 40,000-നും ഇടയ്ക്കാണ്. ഇന്നൊരു 40,000 rupees ഫാമിലി ഇൻകം ആണെങ്കിൽ ഫാമിലിയിൽ ഒരു 8 പേരുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മുടെ പേരൻസ് ഉണ്ടാവും, നമ്മളുണ്ടാവും, നമ്മുടെ കുട്ടികളുണ്ടാവും, 8 പേരുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരാളിൻ്റെ ഓഹരി ഇൻകം എന്ന് പറയുന്നത് 5,000 rupees താഴെയാണ് ഒരു മാസം. ഈ 5,000 rupees താഴെ ഒരു ഫാമിലിയിൽ ഒരാളിന് ഇൻകം ഉള്ളപ്പോഴത്തേക്ക് ആൾ എത്രയാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്? സോ ഇവിടെ എല്ലാം നമ്മൾ ഇത്രയും കാലം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പുവർ കാറ്റഗറിയിലേക്കാണെന്നുള്ളതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റേണ്ട കാലം കഴിഞ്ഞു. ഒരു റിച്ച് മൈൻഡ് സെറ്റ് നമ്മൾ കൊണ്ടുവന്നേ പറ്റൂ. നമ്മുടെ നാട്ടിൽ പണക്കാരനാകുക എന്ന് പറഞ്ഞാൽ ഒരു ക്രൈമായിട്ടാണ് കാണുന്നത്. മില്യനിയർ എന്ന് കേട്ട് കഴിഞ്ഞാൽ അതുപോലൊരു മോശം കാര്യം ഇല്ല എന്നുള്ളതാണ് നമ്മുടെ മനോഭാവം. ആ പുവർ മൈൻഡ് സെറ്റ് മാറി റിച്ച് മൈൻഡ് സെറ്റിലേക്ക് മാറേണ്ട കാലം കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അടുത്ത് ഞാൻ 2 സ്ലാബ് പറഞ്ഞു. ഫസ്റ്റ് 15% പോപ്പുലേഷൻ, അത് കഴിഞ്ഞിട്ടുള്ള 52% പോപ്പുലേഷൻ, ഇനി അതിൻ്റെ അടുത്തൊരു 30% പോപ്പുലേഷൻ. അവർ നമുക്ക് എബോ ആവറേജ് എന്ന് പറയാം. അവരുടെ ഫാമിലി ഇൻകം 40,000-നും 2 lakhs-നും ഇടയ്ക്കാണ്. അത് വെറും ഈ പറഞ്ഞ 30% ഉള്ളൂ. അതായത് അറൗണ്ട് 42 കോടി ജനങ്ങൾ മാത്രമേ ഉള്ളൂ ആ 40,000-നും 2.5 ലക്ഷത്തിനും 2.5 ലക്ഷത്തിനും ഇടയിൽ ഇൻകം ഉള്ളവർ. അവരാണ് കാറുകൾ ഓൺ ചെയ്യുന്നതും ബൈക്ക് ഓൺ ചെയ്യുന്നതും. അവരും സത്യം പറഞ്ഞാൽ ഒരു ആവറേജ് ലൈഫാണ് അവർ ലീഡ് ചെയ്യുന്നത്. അത്യാവശ്യം പെട്രോളൊക്കെ അടിച്ച് വണ്ടിയുടെ ലോണൊക്കെ അടച്ച് മേ ബി അവരൊരു വീടൊക്കെ വെക്കുമായിരിക്കും. അതിൻ്റെ ലോണും ബാധ്യതകളിലും കൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. ഫസ്റ്റ് കാറ്റഗറി ഗവൺമെൻറ് സബ്സിഡിയും ഗവൺമെൻറ് റേഷനും ഗവൺമെൻറ് ഫ്രീ പെൻഷനും ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത്, വെൽഫെയർ ഫണ്ടുകൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ്. അവർ ഗവൺമെൻറ്റിനോടുള്ള ഡിപ്പെൻഡൻസി വളരെ കൂടുതലാണ്. സെക്കൻഡ് കാറ്റഗറി വളരെ മിനിമം സർവൈവ് ചെയ്ത് പോകുന്നവരാണ്. തേർഡ് കാറ്റഗറി കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് അവർ കൊണ്ടുവന്നു. അവരൊരു വീട് വെച്ചു, അവർ ഒരു വാഹനം വാങ്ങി, അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ 3%, അതായത് 4 കോടി ജനങ്ങളെ ഉള്ളൂ അവരുടെ ഫാമിലിയിൽ 2-2.5 ലക്ഷം രൂപയ്ക്ക് മേളിൽ ഇൻകം ഉള്ളവർ. That means 97% Indian families are financially struggling. ഇന്ത്യൻ എക്കണോമിക്കൽ ഇൻസ്റ്റെബിലിറ്റിക്ക് ഇതിനപ്പുറത്തൊരു ഫാക്റ്റിൻ്റെ ആവശ്യമുണ്ടോ? അതായത് 3% ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഹൈ ബൈയിങ് പവർ ഉള്ളത്. അവർ മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ മണി സ്പെൻഡ് ചെയ്യുന്നത്.
ഈ മണി സ്പെൻഡ് ചെയ്യുന്നതാണ് ബിസിനസ്സുകളുടെ ഗ്രോത്ത്. ആ ബിസിനസ്സുകളാണ് എംപ്ലോയ്മെന്റ്സ് കൊടുക്കുന്നത്. ആ എംപ്ലോയീസ് ആണ് വീണ്ടും വന്നിട്ട് മണി സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു പാർട്ട് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണ്, ഹൈ ഇൻകം സ്കില്ലുള്ള, അതായത് ഒരു മാസം 2 ലക്ഷം രൂപയിൽ കൂടുതൽ മിനിമം ഏൺ ചെയ്യാൻ പറ്റുന്ന ഹൈ ഇൻകം സ്കില്ലുള്ള കോമ്പീറ്റൻറ്റ് പ്രൊഫഷണൽസിനെ ഡെവലപ്പ് ചെയ്യത്തക്കവണ്ണം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറിയേ പറ്റൂ. ഡെയിലി ലേബേഴ്സിനെയും ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്ന സ്കിൽഡ് ലേബേഴ്സിനെയും ക്രിയേറ്റ് ചെയ്യുന്ന സ്കൂളുകളും എഡ്യൂക്കേഷൻ സിസ്റ്റവും മനസ്സിലാക്കേണ്ടത് നാളെ അത്തരത്തിലുള്ള ജോബ് ഉണ്ടാവില്ല. നമ്മൾ ഇന്ന് LKG-യിലും UKG-യിലും പഠിക്കുന്ന കുട്ടികൾ 15 വർഷം കഴിഞ്ഞ് പോകുന്ന ഇൻഡസ്ട്രി കാണണം. ഇന്ന് അവനെ പഠിപ്പിക്കുന്നതോ ഇന്ന് അവനെ എക്വിപ്പ് ചെയ്യുന്ന ആ സ്കില്ലുകൾ വെച്ചിട്ട് 15 വർഷം കഴിഞ്ഞിട്ടുള്ള ഇൻഡസ്ട്രിയിൽ പ്രവേശിക്കാൻ പോലും പറ്റില്ല.